രവിയേട്ടൻ പറയായിരുന്നു റെയിൽവേ സ്റ്റേഷനില് ജയേട്ടന്റെ ഒരു ഒപ്പ് തേടി പോയതും അദ്ദേഹം അങ്ങയോട് പ്രതികരിച്ചതുമായുള്ള സംഭവങ്ങൾ ഞാനും രവിയേട്ടനെ ഇപ്പൊ അനുസ്മരിക്കുകയായിരുന്നു. അങ്ങ് എങ്ങനെ ഓർത്തെടുക്കുന്നു? കേൾക്കുന്നുണ്ട്. അതെ, അത് എന്താ വെച്ചാൽ ഞാന് രജിസ്ട്രേഷനിൽ ഇങ്ങനെ ട്രിവാൻഡ്രം വരുന്നത്. അപ്പൊ ചേട്ടനും ട്രിവാൻഡ്രത്ത് പോവാന്നുണ്ട്, ചേട്ടന് ട്രിവാൻഡ്രത്തിൽ പോവാന്നുണ്ട്. അപ്പൊ എനിക്ക് കണ്ടപ്പോ ചേട്ടനോട് ഓട്ടോഗ്രാഫ് മേടിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചേട്ടൻ്റെ അടുത്ത്, അപ്പൊ ചേട്ടനെ രണ്ടോട്ടം തട്ടി. അപ്പൊ ചേട്ടന്റെ ഇതറിയാലോ, അങ്ങനെ പെട്ടെന്നൊന്നും നോക്കില്ല. തട്ടിയപ്പോ കണ്ടപ്പോ ചാടി എണിറ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കൊരു ഓട്ടോഗ്രാഫ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ബാഗിൽ നിന്ന് അപ്പൊ തന്നെ ഒരു കടലാസും പേപ്പർ എടുത്ത്, വിജയൻ എനിക്കൊരു ഓട്ടോഗ്രാഫ് തരുമോ ചോദിച്ചു. എനിക്ക് ഭയങ്കര ഒരു ഷോക്കായി പോയി അങ്ങനെ കേട്ടപ്പോ. ഞാൻ അത്രയും പ്രതീക്ഷിച്ചു. ഞാൻ അങ്ങനെ ഓട്ടോഗ്രാഫ് ആളുടെ ഒന്നും മേടിക്കാറില്ല. ഞാൻ രവിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ഇത്. അത് വലിയൊരു, എന്നെ സംബന്ധിച്ച് വലിയൊരു എന്താ പറയാ, ചേട്ടനും അത്രയും വലിയൊരു, ഞാൻ പെട്ടെന്ന് ഷോക്കായി പോയി കേട്ടവയ്ക്ക്. പിന്നെ ഞാനും ചേട്ടനും ഇപ്പൊ അടുത്ത് എന്ന് പറഞ്ഞൊരു കോഡിന് മുന്നേ ഞാനും ചേട്ടനും ക്രിക്കറ്റ് കളിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ബോൾ ചെയ്യുന്നു, ചേട്ടന് ഞാൻ എന്നിട്ട് പാഡൊക്കെ ഇട്ടു. ചേട്ടൻ പഴയ ക്രിക്കറ്റ് പ്ലെയർ ആണല്ലോ. പിന്നെ വിജയന്റെ അക്കാഡമിയുടെ ലോഞ്ചിങ്ങിന് ജയേട്ടനാണ് ഇടവേളയിൽ പാട്ടുപാടി പ്രായം തമ്മിൽ, അല്ലേ വിജയ? പ്രായം തമ്മിൽ മോഹം നൽകി ആ സാധനം. അപ്പൊ ഞാനും രവിയേട്ടനും റൂമിലിരിക്കുകയാണ് കാസിനോയില്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ, ചേട്ടന്റെ ആ സമയത്ത് ഭയങ്കര ഹിറ്റ് പാട്ടാണത്. അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഗാലറിയില് ഇങ്ങനെ ഇത്ര അധികം ആൾക്കാരുണ്ട്, എല്ലാ ഫിലിം സ്റ്റാർസും ഉണ്ട്. അപ്പൊ രവിയേട്ട ഒന്ന് പറയുക ചേട്ടാ, ഒന്ന് ഒരു പാട്ട്, ചേട്ടന്റെ ഫേവറേറ്റ് പാട്ട് പാടെന്ന് പറഞ്ഞപ്പോണ്. അപ്പൊ ചേട്ടൻ വന്നിട്ട് ഈ പാട്ട് പാടിയപ്പോ ഗാലറി കംപ്ലീറ്റ് എനിക്ക് നിന്നിട്ട് കൈയടിക്കായിരുന്നു അവിടെ. അതൊരു വലിയൊരു അനുഭവമാണ്. എല്ലാ ഫിലിം സ്റ്റാർസും ഉണ്ട്, എല്ലാ ഫിലിം സ്റ്റാർസും എല്ലാരും ഉണ്ട്. എന്റെ ഒരു അക്കാഡമിയിലെ കളിയായിരുന്നു അത്. അതെല്ലാരും ഇരുന്ന് എനിക്കിരുന്ന് കൈയടിക്കായിരുന്നു. പിന്നെ ചേട്ടനെ എന്റെ അടുത്ത് ഞാൻ ക്രിക്കറ്റ് കളിക്കുമ്പോ ഞാനും ചേട്ടനും ഇങ്ങനെ ആർത്ത എന്ന സ്ഥലത്ത് ഞങ്ങള് ക്രിക്കറ്റ് കളിക്കാൻ, ചേട്ടന് ഞാനിങ്ങനെ ക്രിക്കറ്റ് കളിക്കാൻ വെറുതെ രണ്ടുപേരും, ഞാൻ ബോൾ ചെയ്യാം ചേട്ടൻ ബാറ്റ് ചെയ്യുന്ന, ഞാൻ പാഡൊക്കെ ഇട്ട് കൊടുത്തു. അപ്പൊ ചേട്ടൻ ഇങ്ങനെ ഇന്റർവ്യൂല് ഇങ്ങനെ പറയാണ്, അതെനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു പറഞ്ഞ എന്റെ ലൈഫിൽ കിട്ടുന്ന ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആണ്. ചേട്ടൻ പറയാണ്, ഐ എം വിജയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കാർക്ക് എല്ലാവർക്കും അറിയാം. സച്ചിൻ ഇന്ത്യൻ ടീമില് സച്ചിൻ എങ്ങനെയാണ്, അതന്നെ ഫുട്ബോൾ എന്ന് പറയുമ്പോ എനിക്കൊക്കെ ഇല്ല, എന്റെ പൊന്നു വേറെ ഒന്നും വേണ്ട, അത് തന്നെ മതി. അതിന്റെ അടുത്ത് വീഡിയോ ഇപ്പോഴും ഉണ്ട്, ഞാനിപ്പോ സ്റ്റാറ്റസ് ആക്കിയിട്ടുണ്ട് ആ വീഡിയോ. ചേട്ടൻ പറയുന്നു അല്ല, ഇത്രയും സാധാരണഗതിയിൽ പലപ്പോഴും അല്ലേ പരിക്കൻ സ്വഭാവം എന്ന് പറയുന്ന ആളിൽ നിന്നാണ് ഇത്രയും സ്നേഹനിർഭരമായ അനുഭവങ്ങൾ ഉണ്ടാകും. അത് വലിയൊരു സമ്പാദ്യമാണ്. ഞാൻ ചോദിച്ചിട്ടുണ്ട് ചേട്ടനോട്, ചേട്ടൻ എന്താ വിജയന്റെ അടുത്ത് നിങ്ങൾ ഇത് വാങ്ങാൻ കാരണം എന്ന്. അപ്പൊ വിജയൻ അല്ല ചേട്ടൻ പറഞ്ഞു, ഈസ് എ ലെജൻഡ്, അയാൾ ലെജൻഡാണ്, എനിക്കെന്താ വാങ്ങിയാല് പറഞ്ഞു. ചോദിച്ചു അത്രയും ഭയങ്കര റെയിൽവേ സ്റ്റേഷനിൽ വെച്ചല്ലേ ചേട്ടാ. ഞാന് രണ്ടു വട്ടം തോണ്ടിയപ്പോഴല്ലേ ആള് മൈൻഡ് ചെയ്യണില്ലാന്ന് ചേട്ടൻ. ഞാൻ രവിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, സുഖാന്ന് പറഞ്ഞ അങ്ങനെ ഒരാളെ മൈൻഡ് ചെയ്യാൻ അങ്ങനത്തെ ഒരാളല്ല ആള്. ആള് പെട്ടെന്ന് എന്റെ ഫേസ് കണ്ടപ്പോ ചാടിയൊറ്റ എനിക്കിലാണ്. ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട് ചേട്ടാ, ഞാൻ 2-3 വട്ടം തോണ്ടി ഇങ്ങനെ ഒരു ഓട്ടോഗ്രാഫ് വേണമെന്ന് പറഞ്ഞിട്ട്. അതൊന്നും മറക്കാൻ പറ്റില്ല ലൈഫില്. പിന്നെ നമ്മള് കല്യാണത്തിന് പോയിരുന്നു, മകളുടെ കല്യാണത്തിന്, മോളുടെ കല്യാണത്തിന് പോയില്ല. അതൊക്കെ ഭയങ്കര രസല്ലേ. ഈ അവസാന സമയങ്ങളിൽ എപ്പോഴെങ്കിലും കണ്ടിരുന്നോ, സംസാരിക്കാനൊക്കെ പറ്റിയിരുന്നോ? ഇല്ല, ഞാനേ ഇപ്പൊ ലാസ്റ്റ് ക്രിക്കറ്റ് കളിക്കുന്നതും പിന്നെ ചേട്ടാ എപ്പോഴും പാലസിലും നടക്കാൻ പറഞ്ഞാണ്, സ്റ്റേഡിയത്തിൽ നടക്കാൻ പറഞ്ഞാണ്. അപ്പൊ ഞാനവിടെ സ്റ്റേഡിയത്തിലുണ്ടാവും. അപ്പൊ ചേട്ടൻ നടക്കുമ്പോ ഇങ്ങനെ വന്നിട്ട് ആവശ്യം കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിട്ട് പോയിട്ട് നടക്കുള്ളൂ ഇങ്ങനെ.